അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ഡെസേർട്ട് എന്ന് പറയുന്നത് കുഞ്ഞു മക്കൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമും ഷുഗറും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി ഐസ്ക്രീം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഫ്രോസൺ ബനാനയും പിന്നെ 1 കപ്പ് സ്ട്രോബെറീസുമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചിക്കിറ്റപ്പഴമാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ അത് ഫ്രീസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ റോബസ്റ്റോ പാളയംകോടനോ അങ്ങനെ ഏത് വേണമെങ്കിലും ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് ഹണിയോ മേപ്പിൾ സിറപ്പോ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോയ മിൽക്കാണ്. ഓട്സ് മിൽക്കോ അല്ലെങ്കിൽ പശുമ്പാലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഗാർണിഷിങ്ങിനും കുറച്ച് അലങ്കാര പണിക്കുമായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറീസും ഡാർക്ക് ചോക്ലേറ്റും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഐസ്ക്രീമിൻ്റെ മിക്സും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇടയിലായിട്ട് ഈ സ്ട്രോബെറി ചോപ്പ് ചെയ്തതും ഡാർക്ക് ചോക്ലേറ്റ്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാൻ മുകളിൽ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഐസ്ക്രീമിൻ്റെ മുകളിൽ അനാവശ്യമായിട്ടുള്ള ക്രിസ്റ്റൽ ഫോമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഐസ്ക്രീമിൻ്റെ ക്രീമി ടെക്സ്ചർ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് ഫ്രീസറിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ കൊതിയുണ്ടെങ്കിലും കാലറി കൂടും എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഉടനെ ഓടിപ്പോയി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോളൂ. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു സോഫ്റ്റ് സെർവ് ഐസ്ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ഈ ഐസ്ക്രീം ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചറിലുള്ള ഐസ്ക്രീം കിട്ടും. അപ്പോൾ ആഡഡ് ഷുഗറും ക്രീമും ഒന്നും ഇല്ലാത്ത ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഹെൽത്തി ഡെസേർട്ടുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.